ഈ പെട്രോളും ക്രൂഡ് ഓയിലും ഒക്കെ ഇവിടെ ചർച്ചയാകുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് പെട്രോളിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന ചില രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ അത് വില കുറച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് പലയിടത്തു നിന്നും പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങി നേപ്പാളും ഭൂട്ടാനും ഒക്കെ വില കുറച്ച് അവരുടെ രാജ്യങ്ങളിൽ വിൽക്കുന്നു. അതെങ്ങനെയാണ് എക്കണോമിക്കലി അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കാര്യം പ്രചരിക്കുന്നുണ്ട്. അത് ഒരർത്ഥ സത്യമാണ്. ഭൂട്ടാനിൽ ഇന്ത്യയെക്കാൾ വില കുറച്ചാണ് പെട്രോൾ വിൽക്കുന്നത്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വിൽക്കുന്നത് വില കുറച്ചാണ്. നേപ്പാളിൽ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അല്ല. ഇപ്പോൾ ഇന്ത്യയെക്കാൾ വില കൂടുതലാണ് നേപ്പാളിൽ. ഇതാണ് വാസ്തവം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു സംശയം തോന്നും. ഇന്ത്യയിൽ നിന്ന് പെട്രോളും ഡീസലും ഒക്കെ വാങ്ങി ഇവിടെ ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് ഏതാണ്ട് 114 രൂപ ചില്ലറ പൈസ, പോട്ടെ 115 രൂപ കൂട്ടിക്കും. ഇതേ സമയം ഭൂട്ടാനിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നറിയാമോ? 97 മുതൽ 100 രൂപ വരെ, ഒരു 14-15 രൂപയുടെ വ്യത്യാസമുണ്ട്. അവിടെ ഡീസലിൻ്റെ വില 101 രൂപയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, മുൻപ്, അതായത് ഒരാഴ്ച മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് ഫീഡിൽ കണ്ടതാണ്. ഇന്ത്യയിൽ പെട്രോൾ 100-110 രൂപയ്ക്കൊക്കെ വിൽക്കുമ്പോൾ ഭൂട്ടാനിൽ 65 രൂപയാണെന്നും പറയും. പക്ഷേ അത് വാർത്ത തെറ്റാണ്. യഥാർത്ഥ വില 97 അല്ലെങ്കിൽ 100 രൂപ വരെയാണ് ഭൂട്ടാനിൽ വില. നേപ്പാളിൽ ഇതേപോലെ വിലക്കുറവാണ് എന്നൊരു പ്രചാരണമുണ്ട്. പക്ഷേ നേപ്പാളിൽ ഇന്ത്യൻ രൂപയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 123 രൂപയാണ് പെട്രോളിൻ്റെ വില. ഇന്ത്യയേക്കാൾ വില കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ എന്ന് പറയുന്നത് അടിസ്ഥാന വില എന്ന് പറയുന്നത് ടാക്സും മറ്റ് സംഗതികളൊക്കെ കൂട്ടാതെയുള്ള വില ഏകദേശം ഒരു 65 രൂപ സംതിങ് അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എക്സൈസ് ഡ്യൂട്ടി, സംസ്ഥാന സർക്കാരിൻ്റെ വാറ്റ്, വിവിധ സെസ്സുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഒന്ന് മൊത്തത്തിൽ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ 13 രൂപയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ എക്സൈസ് ഡ്യൂട്ടി. അതിപ്പോൾ 3 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. എങ്കിലും 13 രൂപ 1 ലിറ്ററിന് കണക്കാക്കിയാണ് 13 രൂപ. 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ 13 രൂപ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, മൂല്യവർദ്ധിത നികുതി എന്ന് പറയുന്നത് 30.08%. പിന്നെ ഒരു ലിറ്ററിന് 2 രൂപ കണക്കെ സെസ്സും ഉണ്ട്. നമ്മുടെ കേരളത്തിലെ കാര്യമായി പറയുന്നത്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്നും പറഞ്ഞിട്ട് വീണ്ടും 1 രൂപയുണ്ട്. പിന്നെ അധിക വിൽപ്പന നികുതി എന്നും പറഞ്ഞു 1 രൂപ. പിന്നെ അധിക സെസ് എന്ന് പറയുന്ന മൊത്തം വിലയുടെ 1%. അങ്ങനെ എല്ലാം കൂടി കൂട്ടി കേരള സർക്കാരിന് മാത്രം 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ മൊത്തം നികുതി ഇനത്തിൽ 34 രൂപ വരുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്ന 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിന് മുമ്പ് മഹാരാഷ്ട്രയാണെന്ന് തോന്നുന്നു അതിന് 1ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയിൽ യഥാർത്ഥ പെട്രോളിൻ്റെ വില 65 രൂപയാണെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങുന്ന 114 രൂപയിൽ ബാക്കിയുള്ളതെല്ലാം വിവിധ നികുതികളാണ്. പക്ഷേ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് ഈ ഇന്ധനം കയറ്റി അയക്കുമ്പോൾ ആഭ്യന്തരമായിട്ടുള്ള നികുതികൾ അതിന് ബാധകമല്ല. 65 രൂപയ്ക്കാണ് നമ്മളിവിടെ ബാക്കിയുള്ള അതിൻ്റെ ബേസ് പ്രൈസെങ്കിൽ ആ പൈസയ്ക്ക് തന്നെയാണ് നമ്മൾ വിൽക്കുന്നതും. അതാണ് പോയിന്റ്. ഇപ്പോൾ ഭൂട്ടാൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടുത്തെ വാറ്റ് തന്നെ 30 സംതിങ് ആണെന്നല്ലേ പറയുന്നത്. ഭൂട്ടാനിൽ ആകെ 2 നികുതിയേ ഉള്ളൂ. ഒന്ന്, അവിടുത്തെ സെയിൽസ് ടാക്സ് ഒരു 5%. പിന്നെ ഗ്രീൻ ടാക്സ്, അതായത് ഈ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടാക്സ് 5%. അങ്ങനെ മൊത്തം 10% മാത്രമേ ഭൂട്ടാനിലെ നികുതി. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ പെട്രോളിൻ്റെ വില ഇന്ത്യൻ രൂപയേക്കാൾ കുറവ്. അവർ ഈ ഇന്ധനം വിൽപ്പന നടത്തി കിട്ടുന്ന വരുമാനമല്ല ആ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം. അവർ ഈ ജലവൈദ്യുത പദ്ധതികൾ വഴിയും ടൂറിസം വഴിയുമാണ് ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം. ഇപ്പോൾ ഭൂട്ടാനിലിപ്പോൾ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ലിറ്ററിന് 100 രൂപയേ ഉള്ളൂ. നമ്മുടെ ആ മേഖലയിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടേക്ക് പോയി പെട്രോൾ നിറച്ച് വന്നാൽ പോരെ എന്ന് ചിന്തിക്കും. ലാഭകരമായ പരിപാടിയാണല്ലോ. കാര്യം അങ്ങോട്ടേക്ക് നമുക്ക് പോകുന്നതിന് വിസ ഒന്നും വേണ്ട, പെർമിറ്റ് മാത്രം മതി. വിസ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോവാം. പക്ഷേ പ്രശ്നം എന്ത്, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പെർമിറ്റ് എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ വോട്ടേഴ്സ് ID വേണം, പാസ്പോർട്ടും വേണം. നമ്മുടെ പാസ്പോർട്ടും വേണം, വോട്ടേഴ്സ് ID വേണം. ആധാർ കാർഡ് അവിടെ പറ്റില്ല, വോട്ടേഴ്സ് ID നിർബന്ധമാണ്. പിന്നെ വാഹന പെർമിറ്റ് എടുക്കണം. നമ്മുടെ വണ്ടിയും കൊണ്ട് ചെന്നാലല്ലേ പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. ഒരു കാറിനാണെങ്കിൽ ഒരു ദിവസത്തേക്ക് 4500 രൂപ കൊടുക്കണം.
അപ്പോൾ ഒരു 4500 രൂപ കൊടുത്താൽ ഒരു കാറിൻ്റെ പരമാവധി എത്ര ഒരു 30 ലിറ്ററോ മറ്റാണെന്ന് തോന്നുന്നു ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഫുൾ ടാങ്ക് അടിച്ചാലും നഷ്ടമായിരിക്കും. അതുകൊണ്ട് ആ കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാനൊക്കെ ഇല്ല. പക്ഷേ നേപ്പാളിൽ ഇതായിരുന്നില്ല സാഹചര്യം. നേപ്പാളിൽ ഏതാണ്ട് 2018, 2021 വരെ, പിന്നെ 2025 സമയത്തും ഇന്ത്യയെക്കാൾ ഏതാണ്ട് 15 രൂപ വരെ പെട്രോളിൻ്റെ വില കുറവായിരുന്നു. പിന്നെ ആ സമയത്ത് നടന്നിരുന്നൊരു പരിപാടി, നേപ്പാളിലും ഇതേപോലെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് ചെല്ലുന്നതിന് വിസയോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പറ്റിയ പറ്റെന്താ വെച്ചാൽ ഇന്ത്യയിലെ ആ പ്രദേശത്തുള്ള അയൽ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിർത്തി പ്രദേശമുണ്ടല്ലോ, ഇവരെല്ലാവരും ഈ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാത്രം നേപ്പാളിലേക്ക് വെച്ച് വിടാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ഫുൾ ടാങ്ക് നിറയ്ക്കുക മാത്രമല്ല, പറ്റുമെങ്കിൽ കന്നാസിലൊക്കെ നിറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ അതിർത്തിയിലുള്ള പ്രത്യേകിച്ച് UP അതേപോലുള്ള ഭാഗത്തുള്ള പല പെട്രോൾ പമ്പുകൾക്കും പൂട്ടിയിടേണ്ടി വന്നു. കാര്യം ആരും ഒരു പൂച്ച പോലും അങ്ങോട്ട് കയറുന്നില്ല. കാര്യം കുറച്ച് അങ്ങോട്ട് നിന്ന് നേപ്പാളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ലാഭമാണ്. ഒറ്റയടിക്ക് ഒരു ലിറ്ററിൻ്റെ പുറത്ത് 15 രൂപ വരെ ലാഭം ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സർക്കാർ ഇടപെട്ടിട്ട് പറഞ്ഞു, ശരി നിങ്ങൾ വണ്ടിയും കൊണ്ടുപോയി നിറച്ചോട്ടെ, പക്ഷേ കന്നാസി കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ അതിർത്തി രക്ഷാസേനയ്ക്ക് SSB എന്ന് പറയും, അവർക്കടക്കം അത് നിർദ്ദേശം കൊടുത്ത് അങ്ങനെയാണ് അതിനെ നിയന്ത്രിച്ച് നിർത്തിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും മാത്രമല്ല ഇത് കൊടുക്കുന്നത്. ഇപ്പം നേപ്പാളിലേക്ക് നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്, അവരാണിത് കൊടുക്കുന്നത്. ഭൂട്ടാനിലേക്ക് റോഡ് മാർഗം മാത്രമാണ് പോകുന്നത്. ബംഗ്ലാദേശിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്കും നമ്മൾ പൈപ്പ് ലൈൻ വഴിയാണ്. പിന്നെ മ്യാൻമാറിലേക്ക് കൊടുക്കുന്നുണ്ട്, ശ്രീലങ്കയിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഈ 2 രാജ്യങ്ങളിൽ മാത്രമാണ് ഈ നികുതി ഘടനയുടെ പേരിൽ ഈ വില വ്യത്യാസം വന്നത്. പക്ഷേ നേപ്പാളിൽ ഇപ്പോൾ മാറിത്തിരിഞ്ഞു. കാര്യം എന്താ വെച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ അവിടുത്തെ പെട്രോൾ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ രീതിയിൽ ഇളവുകളൊക്കെ ചെയ്തു, അവരുടെ നികുതിയിൽ വലിയ ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ അതൊന്നും പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ ആ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വില വർധനവ് നടപ്പാക്കേണ്ടി വന്നു. അങ്ങനെയാണ് അവിടെ ഈ രീതിയിൽ ഏതാണ്ട് 123 രൂപ വരെ വിലയിൽ ഇപ്പോൾ വിൽപ്പന നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഭൂട്ടാനിലേക്ക് പോയാൽ അവിടെ ഇന്ത്യയെക്കാൾ വില കുറച്ച് സംഗതി കൊടുക്കുന്നുണ്ട്. പക്ഷേ കാരണങ്ങളില്ല. പക്ഷേ നമ്മൾ വണ്ടിയും കൊണ്ടുപോയി അത് നിറയ്ക്കുക നടപടിയല്ല. പക്ഷേ നേപ്പാളിലായിരുന്നെങ്കിൽ അതൊരു സാധ്യതയായിരുന്നു. പക്ഷേ നേപ്പാളിൽ ഇപ്പോൾ വില കൂടുതലായിരുന്നു. പക്ഷേ ഇത് മാറിയേക്കാം. ഇപ്പോൾ ഈ രീതിയിൽ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത് മാറിയേക്കാം. ഏതായാലും സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട്, എന്നാൽ അതൊരു അർത്ഥസത്യമായിട്ടുള്ള കാര്യവുമാണ്.